ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കുട്ടി വ്ളോഗാണ്. അപ്പം ഇന്ന് ശനിയാഴ്ച ആയിരുന്നു. എനിക്കിന്ന് വൈകുന്നേരം വരെ ട്യൂഷൻ ഉണ്ടായിരുന്നു. എന്താ പറയുക, വന്നിട്ട് കുറേ നേരമായിട്ടോ. ഇതിപ്പോൾ രാത്രിയാണ്, ഏകദേശം സമയം ഒരു 9 മണിയൊക്കെ ആയി കാണും. നാളെ ഞായറാഴ്ചയല്ലേ, നാളെ ഞാൻ കിടന്ന് ഉറങ്ങി അറുമാതിരി. കാരണം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വർക്കിംഗ് ഡേയ്സാണ്. എനിക്കൊന്നും ശനിയാഴ്ച ട്യൂഷൻ മാത്രമേ ഉള്ളൂ, സ്കൂളില്ല. പക്ഷേ ട്യൂഷൻ ഉണ്ടെങ്കിലും ട്യൂഷൻ വൈകുന്നേരം വരെ ഉണ്ട്. എന്ത് ചെയ്യും ഗൈസ്? അപ്പം ഞാൻ നാളെ നല്ലവണ്ണം കിടന്നുറങ്ങും. നല്ലവണ്ണം രാവിലെ ഒരു 1 മണി 12 മണിക്കേ എണീക്കുള്ളൂ. അപ്പം നമ്മളതൊക്കെ പറയും. പക്ഷേ നമ്മൾ എന്തിക്കും, രാവിലെ എണീച്ച് ഒരു 8 മണിയാകുമ്പോൾ ഞാൻ എണീക്കും കേട്ടോ. 8 മണി മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എണീച്ച് 8 മണിക്ക് എണീച്ച് 8 മണിക്കല്ല കേട്ടോ, ഞാൻ സാധാരണ സ്കൂളിൽ 7:00-ഓ 7 മണിക്കോ ഒക്കെ എണീക്കും. 8:30 മണിക്ക് ഇങ്ങനെ എണീച്ച് ശീലമായി 8 മണിക്ക് ഞാനിപ്പം എണീക്കും. അതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ മിക്കവാറും നാളെ നല്ലോണം കിടന്നുറങ്ങും. ഒരു 9-9:30 ആകുമ്പോഴേ ഞാൻ എണീക്കുള്ളൂ. കാരണം വൈകി കിടന്നാൽ വൈകിയല്ലേ എണീക്കുള്ളൂ. അപ്പം ഞാൻ മിക്കവാറും ഇന്നൊരു 10-11 മണിയാകുമ്പോഴേ കിടക്കുള്ളൂ. 10 മണി ഒക്കെ ആകുമ്പോൾ 10:30 ആകുമ്പോൾ ഞാൻ പോയി കിടക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വളവളാന്ന് സംസാരിച്ചു കൊണ്ട് ഞാൻ എന്തെങ്കിലും കിടക്കും. അപ്പോൾ എനിക്ക് ഉറക്കം വരില്ല. അതിൻ്റെ മുടി ഓക്കെ. അപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെ തന്നെ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഒരു ചെയറിലിരുന്നിട്ടാണ്. ചെയർ കാണാൻ ഒക്കത്തില്ല. ഞാൻ എൻ്റെ ബാഗ് ചെയറിൽ വെച്ചേക്കാണ്. കസേര പുറത്ത് ഇരുന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഗൈസ്, ഈ ഫോൺ ഞാനിപ്പോൾ എൻ്റെ കുപ്പിയിൽ ഇതിൽ ചാരി വെച്ചേക്കാം. എപ്പോൾ ആണെങ്കിലും താഴെ വന്ന് വീഴാം. ഇതാണ്. പക്ഷെ തീരാറായി ഗൈസ്. ഈ ഫെവി സ്റ്റിക്ക് പെട്ടെന്ന് തീരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തേക്കുമ്പോഴത്തേനും അതിങ്ങനെ തേഞ്ഞിട്ട് ഇങ്ങനെ തീരും. പെട്ടെന്ന് തീരും കേട്ടോ, പെട്ടെന്ന് തീരും. നമ്മുടെ ലിക്വിഡിനെ പോലെയല്ല. ഞാനിത് താത്തി കൊണ്ടുവച്ചത് കേട്ടോ. ഇനി ജസ്റ്റ് ഇത്രയും കൂടെ ഉള്ളൂ. അപ്പം ചില സംഭവങ്ങളൊന്നും ഇങ്ങനെ ഫിംഗർ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇത് താത്താക്കുള്ളൂ. കാരണം ഇതില്ലെങ്കിൽ പകുതിക്ക് വെച്ച് സ്റ്റക്കാവും. മനസ്സിലായി? അതായത് ഇപ്പം നമ്മളിങ്ങനെ താത്തി വെച്ചിട്ട് അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫിംഗർ ഇങ്ങനെ പ്രസ് ചെയ്താൽ അവിടെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. പിന്നെ ഇത് അടയ്ക്കുമ്പോൾ അടപ്പിലൊക്കെ ഒട്ടിപ്പിടിച്ച് ആകെപ്പാട് പ്രശ്നമാകും. പിന്നെ ഇതാണ് എൻ്റെ വായിക്കുന്നതിൻ്റെയൊക്കെ ഒരു കാലം തുടങ്ങിയില്ല. ഇതിൻ്റെ അകത്ത് ഇത്രത്തോളം വൈകുന്നേരത്ത് ഇത് വെളിച്ചത്തോട്ട് വെച്ചൊക്കെ കാണാൻ പറ്റും. ഗൈസിൻ്റെ അകത്ത് ഇത്ര ലിക്വിഡുണ്ട് എന്നുള്ളത്. ശബ്ദം കേട്ടോ, നല്ല രസമല്ല. പിന്നെ എൻ്റെ ഹൈലൈറ്റ്, ഞാൻ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞൂട്ടോ. ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്നും ഒരു സ്റ്റേഷനറി ഹോൾ പോലെയൊക്കെ ആവുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പഠിപ്പിച്ചൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വന്നിട്ടുള്ളത്. കാണുന്നു എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നീട് മലയാളമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മലയാളം കാണുന്നുണ്ടോ? ഈ പൊതിയിടാത്ത ബുക്ക് എൻ്റെ മാത്സ് റഫാണ് ഗൈസ്. ഇതിൽ നിങ്ങൾ നോക്കണ്ട. കാരണം ഇതിൽ ഞാൻ യാതൊരു വൃത്തിയും കാര്യങ്ങളും ഒന്നും നോക്കാതെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കണ്ടോ? കാരണം റഫല്ലേ, ഒരു റഫ് പോലത്തെ ബുക്കല്ലേ. കണ്ടോ? ഇത് നമുക്ക് പരീക്ഷയ്ക്ക് നല്ല ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടാണ്. അതായത് അതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് കണക്ക് കൂട്ടലുകളാണ് നേരത്തെ നിങ്ങൾ എൻ്റെ ബുക്കിൻ്റെ പുറകിൽ കണ്ടത് ഗൈസ്. എന്ത് ചെയ്യാനാണ്? ഓക്കെ. അപ്പം ഈ പേന നല്ല പേനയാണ് ഗൈസ്. എനിക്ക് ഇത്താത വരച്ചുകൊണ്ട് തന്നതാണ്. യൂണോമാക്സ് Z2Xൻ്റെ
പേനയാണ് 0.7 mm. സോ ഇതെന്ന് പറയുമ്പോൾ നമ്മളെ എക്സോ പേനയില്ലേ, എക്സോ ഹോസർ ജർമ്മനിയുടെ പേന, അതിൻ്റെ ഒരു ഇൻകൺസിസ്റ്റൻസിയാണ്. അത് ഭയങ്കര, ഇത് നോക്കൂ ഗൈസ്, ഞാൻ കാറിലൊക്കെ കളർ അടിച്ചിരിക്കുന്നത്, ഒരു ഭയങ്കര ഒരു സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. മൈ നെയിം ഈസ് ഹബീബ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, കണ്ടോ, സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇത് കാർഡ് ടൈപ്പ് അല്ല, പേപ്പറല്ല. പേപ്പർ ഇവിടെ ഇപ്പം ഇരിപ്പുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു അൽക്കുലത്തെ സാധനമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നല്ലതായിരുന്നു. സോ ഗൈസ്, ഈ പേനയ്ക്ക് ഭയങ്കര സ്മൂത്ത്നെസ് ആണ് കേട്ടോ. ഞാൻ ഈ പേനിട്ടാണ് എഴുതുന്നത്. ഇതിൻ്റെ ഒന്നും കൂടെ ഉള്ളൂ എൻ്റെ കയ്യിൽ. താഴെ മേടിച്ചുകൊണ്ട് കാണാം. ഞാൻ ഒരു ക്യൂട്ട് പേന ഓൺലൈനിൽ കണ്ടു, എനിക്കത് ഓർഡർ ചെയ്താന്ന് പറഞ്ഞ് വാങ്ങിച്ചോട്ടാ പറഞ്ഞു. അപ്പോഴത്തേന് താത്ത പോയിട്ട് എനിക്കിതൊന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നു. പിന്നെ ഞാൻ അടങ്ങി. കണ്ടോ? സോ ഓക്കെ ഗൈസ്, ഒരു പേന ഇതും അതുപോലെ തന്നെ ലെക്സിയും ഈ ഒരു സെയിം ഇങ്കെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്ക് ലെക്സി ഇഷ്ടമാണ്. എന്നാലും ലെക്സിനേക്കാളും എനിക്കിഷ്ടം എക്സോ അങ്ങനെയുള്ള പേനകളൊക്കെയാണ്. ലെക്സി എഴുതി കുറച്ചൊക്കെ കഴിയുമ്പോഴേ പറ്റുള്ളൂ, ഒരു സ്മൂത്ത്നെസ് വരും. ബട്ട് എനിക്ക് അധികം ഇങ്ങനെ സ്മൂത്ത്നെസ് ഇല്ലാത്ത ഒരു ഇതാണ് ഇഷ്ടം. മൈ നെയിം ഈസ് ഹബീബ. ഇത് തന്നെയാണ് ഞാൻ ഇമ്പോസിഷൻ പോലെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനി എത്ര സ്റ്റാൻഡേർഡിലാണ്? ഞാൻ ഇനി 8ലാണ്. കണ്ടു, കാണുന്നുണ്ടോ ഗൈസ്? ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നെസ് കൂട്ടേണ്ട ആവശ്യം. സോ ഓക്കെ ഗൈസ്, അപ്പം അതിൻ്റെ മിച്ചി ഷോളാണെങ്കിൽ നേരി കിടക്കുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ലെക്സിയുടേത്. പിന്നീട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പേന ഗൈസ്, ക്യാമറ. അതിവിടെ കിടക്കുവാണ്. ഞാൻ അത് പതുക്കെ ഒന്ന് എടുക്കട്ടെ, ഹിറ്റ് ചെയ്യാം. പിന്നീട് ഉപയോഗിക്കുന്നതാണ് ഒപ്റ്റിക് സ്ക്വയർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ലീക്കായി ഗൈസ്, എനിക്കറിയില്ല ഇതെന്താണ് ലീക്കായത് എന്നുള്ളത്. ഞാൻ ഒരു ദിവസം ഡയറിയിൽ ഒപ്പിട്ടിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും എന്താണ്ട് ലീക്കായിരിക്കും. ബാക്കിൽ നിന്ന് ലീക്കാവുന്നതാണ്. കണ്ടോ, വൈറ്റ് ബോഡി. ഇതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലൂ ആയിരുന്നു ഞാൻ ട്യൂഷൻ്റെത്തേക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കാണിച്ചത് എഴുതിയിട്ട് ലീക്കിങ് തുടങ്ങി. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, പക്ഷേ ഈ പേന നല്ല രസമാണ് കേട്ടോ. ഒരു പശ പോലെ തിങ്കാണിത്. അത് കയ്യിലൊക്കെ ഭയങ്കര പാടാണ് പോവാൻ. വേണ്ടിയത് കണ്ടോ, ഇവിടെ നല്ല ഓണം മഷിയിട്ടുണ്ട്. കയ്യിലായി ഗൈസ്, കയ്യിലായി. അതുപോലെ തന്നെ ഈ ഒരു എച്ചിൻ്റെ ഇവിടെയും നല്ല രീതിയിൽ മഷിയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ലീക്കേജും ഉണ്ട്, അതുപോലെ തന്നെ സ്മഡ്ജും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലല്ലോ ഗൈസ്. നോക്കട്ടെ. സോ ബാക്കിൽ നിന്ന് ശബ്ദം കാണും, അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. സോ ഇതും സ്മഡ്ജ് ഉണ്ട്, ബട്ട് ഈ മറ്റേ ഒപ്റ്റിക് സ്ക്വയറിൻ്റെ അത്ര ഇല്ല. ഒപ്റ്റിക് സ്ക്വയർ ജസ്റ്റ് ഉണങ്ങുന്നതിന് മുമ്പേ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്മഡ്ജ് ആവും കേട്ടോ. സോ ഗൈസ്, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇത്രയുള്ളൂ. ബൈ.